ഭാരത് ജോഡോ ന്യായ് യാത്രയെ വിമർശിച്ച മമതാ ബാനർജിക്ക് മറുപടിയുമായി കോൺഗ്രസ്. ബിജെപിക്കും RSSനും എതിരായ പോരാട്ടമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക തർക്കങ്ങൾ മാറ്റി നിർത്തണമെന്നും ജയറാം രമേശിന്റെ മറുപടിയിൽ പറയുന്നു. അദാനിയുടെ മൂലധനമാണ് നരേന്ദ്രമോദി എന്നായിരുന്നു ബിജെപിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പഴക്കമുള്ള പാർട്ടി 40 സീറ്റെങ്കിലും നേടുമോ എന്ന് സംശയമാണ് എന്നായിരുന്നു കോൺഗ്രസിനെതിരെ മമതാ ബാനർജിയുടെ പരിഹാസം. ശേഷിയുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലും ബനാറസിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും BJPയെ പരാജയപ്പെടുത്തൂ എന്നുമായിരുന്നു മമതാ ബാനർജിയുടെ വെല്ലുവിളി. ഇതിനാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മറുപടി നൽകിയത്. BJPക്കും RSSനുമെതിരായ പോരാട്ടമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക തർക്കങ്ങൾ മാറ്റി നിർത്തണം. ഉത്തർപ്രദേശിലേക്കും ഉറപ്പായും ഭാരത് ജോഡോ ന്യായ് യാത്ര പോകും. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിൽ ഒരു ലക്ഷ്യം മാത്രമേ പാടുള്ളൂ എന്നുമായിരുന്നു ജയറാം രമേശിന്റെ മറുപടി. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഝാർഖണ്ഡിൽ പര്യടനം തുടരുകയാണ്. BJPക്കും RSSനുമെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അദാനിയുടെ മൂലധനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. എല്ലായിടത്തും അനീതി സംഭവിക്കുന്നു. അദാനിക്കാണ് നീതി ലഭിക്കുന്നത്. മറ്റുള്ളവരോട് BJP അനീതിയാണ് കാട്ടുന്നത് എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. सब लोगों को पता लगना चाहिए इस देश में कितने पिछड़े लोग हैं, कितने आदिवासी लोग हैं, कितने दलित लोग हैं, कितने जनरल कास्ट के लोग हैं और इन लोगों के पास कितना धन है. नरेंद्र मोदी ये काम नहीं कराना चाहता. नेशनल डेस्क रिपोर्टर.